രാത്രി കിടക്കുമ്പോൾ വിചാരിച്ചില്ല രാവിലെ ഇങ്ങനെ ഒരു ട്രിപ്പ് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഞങ്ങൾ പോയി. ഒരു യാത്രയുടെ കഥ കേട്ടാലോ? മാത്രമല്ല കല്യാണം കഴിഞ്ഞുള്ള ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാ. ഒരു ചെറിയ ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു പ്ലാനിങ് ഇല്ലാത്ത പോക്കായിരുന്നു. രാത്രി 2 മണിക്ക് ഉറക്കം എണീറ്റ് പോയി. എന്നാ ശരി എങ്ങോട്ടേലും പോയേക്കാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫീല് തന്നെയല്ലേ രാത്രി പാതിരാത്രിക്ക് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ വണ്ടി എടുത്തൊരു പോക്ക്. നേരം വെളുത്തിട്ട് ഈ വീഡിയോ എടുക്കുന്നെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം പുലർച്ചെ 3 മണിക്ക് അടുപ്പിച്ചായിരിക്കും. ഏട്ടന്റെ വീട് പത്തനംതിട്ട ആയതുകൊണ്ടും നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലം. അത്ര മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെച്ച് പിടിച്ചതായിരുന്നു ഐദർ വാഗമൺ അല്ലെങ്കിൽ കുമളി. പിന്നെ പാലക്കാട്ടുകാരിയായ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇടുക്കിയുടെ ഭംഗി കാണുന്നതും. സത്യം പറയാലോ എന്തൊരു ഭംഗിയായിരുന്നു. പിന്നെ എന്റെ മാത്രം ഒരു അഭിപ്രായമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന മെമ്മറിയില്ലേ, അത് കാറിലോ ബസ്സിലോ ബൈക്കിലോ ഏതിലോ ആകട്ടെ. പക്ഷെ ആദ്യമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വട്ടം പോകുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. മാത്രല്ല എനിക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കുന്ന പാട്ടുകളില്ലേ, അത് കേട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു ഫീലില്ലേ, അതായിരിക്കാം എനിക്ക് പേഴ്സണലി പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോഴും ആദ്യമേ മനസ്സിൽ വരിക. പോയ വഴി, കണ്ട കാഴ്ചകൾ, ആ ദിവസം അങ്ങനെ എല്ലാം. ഇത്രയും പറഞ്ഞു വന്നതിന്റെ ഇടയിൽ ഞങ്ങൾ പാഞ്ചാലിമേടും കണ്ട് ഏതൊക്കെയോ എസ്റ്റേറ്റിൽ കൂടെ കേറി ഇറങ്ങി പരുന്തുംപാറ എത്തി. പരുന്തുംപാറയിൽ നിന്ന് എങ്ങോട്ടാ പോയെന്ന് അറിയണ്ടേ? ഈ ട്രിപ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചില്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ വാ അടുത്ത വീഡിയോ കാണാം. ബൈ.